പറയുവീ ഭീഷണ കേട്ടിടട്ടെ തകതൈതൈ കേൾക്കുര ഉത്തമനധികായവനിൽ ദ്വിജന്മവും വരബലബലവും പണ്ടൊരു കാലം ബ്രഹ്മാവിനും തോന്നി അഹങ്കാരം അതുവൃത്തിൽ ഞാനില്ലാതൊരു ലോകമതെല്ലാം ശൂന്യമതാകുന്നു അതുകൊണ്ട് മൂർത്തികളിൽ മുൻപൻ തന്നെ ഞാനും തകതൈതൈ സകല ആവലംബം എന്നിലാണ് തകതൈതൈ സകല ആവലംബം എന്നിലാണ് തകതൈതൈ ഞാനില്ലാതൊരു ലോകമതുണ്ടോ ഞാനില്ലാതൊരു രക്ഷയതുണ്ടോ ഞാനില്ലാതൊരു ധർമ്മമതുണ്ടോ ഞാനില്ലാതൊരു സൃഷ്ടിയതുണ്ടോ ഈ സമയം ശ്രീനാരായണനും ആലിലയിൽ ശിശുവായി സയിക്കും അതിലൊരു ശിശുവായി സയിക്കും കാലം തകതൈതൈ ബ്രഹ്മാവിൻ നിദ്രസമായ കാലം തകതൈതൈ ദിവ്യജ്ഞാന മൂർത്തിയതായ വിഷ്ണു അറിഞ്ഞു വിരഞ്ജമനത്തിൽ സ്വന്തം കർണത്തിൽ അതു നിന്നും കർണമലം ഉടനന്നതെടുത്ത് രണ്ടു വിധങ്ങളതായി ഭാഗിച്ച് ജലമതിലേക്ക് എറിഞ്ഞതു വിഷ്ണു വൈഷ്ണവ കർണമാലങ്ങളന്ന് തകതൈതൈ വൈഷ്ണവ കർണമാലങ്ങളന്ന് തകതൈതൈ രണ്ടു ശിശുക്കളായി തീർന്നു അന്ന് തകതൈതൈ വൈഷ്ണവ അംശം ആയതുകൊണ്ട് ഒത്തു വളർന്നവർ സക്തരതായി മധുപോലുള്ള മലത്തിൽ നിന്നും ജന്മമെടുത്തവൻ മധുവാണെന്നും കീടം പോലെ ഇരുന്ന മലത്തിൽ നിന്നു ജനിച്ചവൻ കൈടവനെന്നും വീരസാരമധു കൈടവന്മാർ തകതൈതൈ വീരസാരമധു കൈടവന്മാർ തകതൈതൈ മത്തു പീഡിച്ചവർ ഉന്മാദരായി തകതൈതൈ മത്തു പിടിച്ചവരൻ നേരത്ത് ആരെ പോരു വിളിക്കണമെന്നായി ആരെ കണ്ടവരില്ലവരതിനായി സമുദ്രജലം അതിനുള്ളിൽ ചാടി മത്തടിക്കയും മപ്പടിക്കയും വെള്ള തികയ തകർത്തവരപ്പോൾ എന്നുള്ളൊരു ശബ്ദം കേട്ട്
ക്രീം എന്ന ശബ്ദം ജപിച്ചവര് തകതൈതൈ ക്രീം എന്ന ശബ്ദം ജപിച്ചവര് തകതൈതൈ ദീർഘകാലം ഉച്ചരിച്ചതിനാൽ തകതൈതൈ ക്രീംകാര സ്വരൂപിണിയായ ശക്തിദേവത പ്രത്യക്ഷമതായി ഇഷ്ടവരം ചോദിച്ചവളന്ന് ഇഷ്ടവരം വാങ്ങിച്ചവരന്ന് സകലായുദ്ധ സംപ്രാപ്തിയതും സർവത്ര വിജയ വ്യാപ്തിയുമാണ് സമ്പാദിച്ച ഇഷ്ടവരങ്ങൾ വരബലാനന്തരം രാക്ഷസന്മാർ തകതൈതൈ വരബലാനന്തരം രാക്ഷസന്മാർ തകതൈതൈ മല്ലിടാൻ ആരെയും കിട്ടാഞ്ഞിട്ട് തകതൈതൈ തമ്മിലടിച്ചവരന്ന് മല്ലിടലും പതിവായിട്ടെന്ന് ഓടിച്ചാടി പിടിച്ചവർ തമ്മിൽ അങ്ങുമെങ്ങും എങ്ങുമങ്ങും കൂത്താടി അവ യുഗാന്തരമതു നീങ്ങി അതിൽ കരബലമതിലതു അന്നതു നീങ്ങി ഒരു നാൾ സാമുദ്രജലനിരപ്പിൽ തകതൈതൈ ഒരു നാൾ സാമുദ്രജലനിരപ്പിൽ തകതൈതൈ താമര പൂവൊന്ന് കണ്ടവര് തകതൈതൈ ആ ചിത്രം ആ മലരിതളവരത് പടിപടിയായി തികഞ്ഞതു നോക്കി എത്ര വിചിത്രം അതിനുടയിടയിൽ ബ്രഹ്മനിരിപ്പതു നിദ്രയിലെന്ന് ബ്രഹ്മദേവനെ രാക്ഷസനെന്ന് തൂക്കിയെടുത്തു ജലത്തിലതിട്ടു ജലമതിനടിയിൽ പെട്ടതു ബ്രഹ്മൻ ശ്വാസം മുട്ടി ഉടനതു ബ്രഹ്മൻ കണ്ണും മീഴിച്ചങ്ങ് പൊങ്ങി വന്നു തകതൈതൈ കണ്ണും മീഴിച്ചങ്ങ് പൊങ്ങി വന്നു തകതൈതൈ അസുരരെ കണ്ടുബാ എന്നു ബ്രഹ്മൻ തകതൈതൈ അസുരരെ കണ്ടുബാ എന്നു ബ്രഹ്മൻ തകതൈതൈ ബ്രഹ്മദേവനെ യുദ്ധത്തിനതായി അന്നു വിളിച്ചു രാക്ഷസരെന്ന് ഓട്ടമതായി സൃഷ്ടിയുമതന്ന് പിറകെ ഓടി രാക്ഷസരെന്ന് ആലിലയിൽ ശിശുവായി സഹിക്കും ശ്രീവിഷ്ണു പാദം നമസ്കരിച്ചു തകതൈതൈ നിദ്ര ഉണർന്നില്ല വിഷ്ണുദേവൻ തകതൈതൈ ബ്രഹ്മ
ബ്രഹ്മൻ ഇരുകയ്യാലയതന്ന് നിദ്രാദേവിയെ അന്നു സ്തുതിച്ചു വിഷ്ണു മനസ്സിൽ നിന്നതു ദേവി പിന്മാറിയതിൽ കൊണ്ടതു വിഷ്ണു അഭയം താരികെന്ന് അരുളി ബ്രഹ്മൻ തകതൈതൈ വീതം കേട്ടു പറഞ്ഞു വിഷ്ണു തകതൈതൈ എന്താണിങ്ങനെ വരുവതിനിന്ന് ഭൂമികാലം നിൻ തിരുവടി നിദ്ര അങ്ങല്ലേ സൃഷ്ടി അങ്ങല്ലേ ബ്രഹ്മൻ അങ്ങല്ലേ സൃഷ്ടി അങ്ങല്ലേ ബ്രഹ്മൻ അങ്ങയ്ക്കും സൃഷ്ടിക്കും നിദ്രയില്ലേ തകതൈതൈ എന്താണിങ്ങനെ വരുവതിനിന്ന് ഭൂമികാലം നിൻ തിരുവടി നിദ്ര അങ്ങല്ലേ സൃഷ്ടി അങ്ങല്ലേ ബ്രഹ്മൻ അങ്ങല്ലേ സൃഷ്ടി അങ്ങല്ലേ ബ്രഹ്മൻ അങ്ങയ്ക്കും സൃഷ്ടിക്കും നിദ്രയില്ലേ തകതൈതൈ ഈ വീതം കേട്ടു പറഞ്ഞു ബ്രഹ്മൻ തകതൈതൈ പ്രളയകാല സുഖനിദ്രയിലുടനത് പൂണ്ടു കിടക്കും അന്നേരത്ത് അകലെ എവിടെയ തോണിയെടുത്തു നക്കഞ്ചര കുലപാലകനിന്ന് ഈ പടുകിഴവനെ തൊട്ടതുണർത്തി രണമത് ആവശ്യപ്പെട്ടവരെന്ന് യുദ്ധമെനിക്ക് അറിയുമോ ദേവ ശക്തി എനിക്കതിനുണ്ടോ അതിനെ വിവരമതും മുഴുവൻ ഞാൻ ചൊല്ലി തരിയത് സമ്മതം ഇവരിലതില്ല സൃഷ്ടി നടത്തിയതും ഞാനല്ല മുഴുവൻ അഹങ്കാരം അതുമെന്തേ കാരണം ആണെന്നോ മാപ്പു നൽകു തകതൈതൈ വിശ്വരക്ഷ രക്ഷ ചെയ്തിടണം തകതൈതൈ വിഷ്ണു അഭ്യർത്ഥനയതു കേട്ട് രാക്ഷസരായതു പോരായി മട്ടി രണമതു പടിപടിയായി മുറുകി കാലം പടിപടിയായതു നീങ്ങി മഹാവീരരും നിങ്ങൾ തന്നെ അതിസമർത്ഥരും നിങ്ങൾ തന്നെ രണമതിനായിട്ട് അഭിനന്ദിക്കാം അതിനായിട്ട് ഒരു വരമരുളൂ ഇഷ്ടമുള്ള വരം ചോദിച്ചിടും തകതൈതൈ ഏതു വാരമതും നൽകിടാം ഞാൻ തകതൈതൈ കേട്ടു പറഞ്ഞു രാക്ഷസരെന്ന് യുദ്ധമതിൽ ജയമില്ലാത്തതിനാൽ വരമതു ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്കതു വരമാവശ്യമെങ്കിൽ ഹിതമതിനുതകും അഹിതമതു ചൊല്ല് തരുവതിന് ഹിതമൊരുക്കം ഞങ്ങൾ സത്യം ലംഘിക്കുക ഇല്ല ഞങ്ങൾ തകതൈതൈ ജീവിതം കേട്ടു പറഞ്ഞു വിഷ്ണു തകതൈതൈ നിങ്ങളുടെ പദമാണ് എനിക്ക് വരുവതിനിന്ന് മോഹമതിന്ന് ഈ വരസിദ്ധികളരുളുക നിങ്ങൾ കേട്ടു പറഞ്ഞു രാക്ഷസരെന്ന് യുദ്ധമതി ജയമില്ലാത്തതിനാൽ യുദ്ധം ചെയ്താസകൾ തീർന്നിടണം തകതൈതൈ ജീവിതം കേട്ടു പറഞ്ഞു വിഷ്ണു തകതൈതൈ
ഇനിയും വീണ്ടും രണമതിനുതകുമ ശക്തരതായി അവരെന്നതു നാമത്താലൊരുവൻ അതികായൻ അവനും മധുമായി ത്രേതയുഗമതിലായതു നാളിൽ ഗഗനതു യുദ്ധ വിരക്തി വരുത്തി വധമതും ചെയ്തിടാ ഞാനും അന്ന് തകതൈതൈ പിന്നതി കായവൻ ആയവനെ തകതൈതൈ ത്രേതായുഗമതിലായതു നാളിൽ ഗഗനതു യുദ്ധ വിരക്തി വരുത്തി അങ്ങിനെ തൃപ്തിയതാകിയ മട്ടിൽ ഇരുതുടകളിലും ഇരുത്തിയതവരെ സുദർശന ചക്രത്താൽ കഴുത്തറുത്ത് തകതൈതൈ സുദർശന ചക്രത്താൽ കഴുത്തറുത്ത് തകതൈതൈ വീണ്ടും ജനിച്ചന്ന് വന്നതാണ് തകതൈതൈ വീണ്ടും ജനിച്ചന്ന് വന്നതാണ് തകതൈതൈ രാവണനൊരു കുലബല വിജയമതന്നു കഴിഞ്ഞു വിമാനം കേറി പോകും വഴിയുടെ മധ്യയിലെന്ന് ഗന്ധർവ സ്ത്രീകൾ മോടിയിലെന്ന് പല പല ലീലവിലാസമതാടി പല പല പാട്ടുകൾ പാടി രസിച്ചു കണ്ടൂടൻ രാവണൻ തേരിറക്കി തകതൈതൈ സുന്ദരി ഭംഗി ആസ്വദിച്ചു തകതൈതൈ ചിത്രാംഗതന്റെ നഭോധയായ ചിത്രാംഗീയതി സുന്ദരി തന്നെ കണ്ടു ഭ്രമിച്ചു രാവണനെന്ന് വശീകരിച്ചു മധുഗാനം ചെയ്തു ഗർഭം ഉടനെ പൂർണ്ണവളന്ന് ഗർഭം പൂർണ്ണ വളർച്ചയിലെത്തി ഉജ്ജ്വല ശിശുവിനെ പ്രസവിച്ചെന്ന് തകതൈതൈ രാവണനെ ഏൽപ്പിച്ചു പോയി അന്ന് തകതൈതൈ രാവണനെ ഏൽപ്പിച്ചു പോയി അന്ന് തകതൈതൈ പുത്ര കൊതിയത് പൂണ്ടത് ദശമുഖൻ ബാലന് തന്നെ എടുത്തുടനന്ന് പുഷ്പകമായ വിമാനം കേറി പോകും വഴിയുടെ മധ്യയിലന്ന് ഇരുസിംഹത്തിൽ വിമാനം തട്ടി ക്ഷണമതു പൊട്ടിത്തെറിച്ചത് വീണു പാറപൂറത്തത് വീണു കുട്ടി തകതൈതൈ കാട്ടിൽ കീടന്നു കാലിച്ചു കുട്ടി തകതൈതൈ ആ കഷ്ടം ആരാവണനെന്ന് ഉടനെ തന്നെ വിമാനം നിർത്തി ചെന്നത് നോക്കിയ നേരെ തന്നെ കുട്ടി കളിച്ചത് കണ്ടത് മന്ന് ഇരുകൈയോടെ ശിശുവെടുത്തു പൊങ്ങുന്നില്ല അതിലും ഉപരി കരമത് പത്തു പ്രയോഗിച്ചെന്ന് അതിലും പരമതു കണ്ടതുമില്ല ഇരുപതു കരമതു കൊണ്ടുടനെന്ന് ബാലനെ തന്നെ എടുത്തുടനെന്ന് വാമന വടുവതു പോലെയതെന്ന് കുട്ടി വളർന്നു വളർന്നു വളർന്ന് വളർന്നു വളർന്നതി കായനായി തകതൈതൈ വളർന്നു വളർന്നതി കായനായി തകതൈതൈ പിന്നെ സ്വയം തേരിൽ നഗരി ബാലൻ
ഇതിനത് സാക്ഷിയതായത് ദശമുഖനഭിമാനമതു പൂണ്ടുടനെന്ന് അന്യാർത്ഥമത അധികായെന്ന് നാമമതിട്ടു കുമാരനെന്ന് ലങ്കയിലെത്തി തന്നുട പത്നി ധന്യമാലയ്ക്കിതെത്തു പുത്രനായി നൽകിയാതാണതി കായനെയും തകതൈ നൽകിയാതാണതി കായനെയും തകതൈ ഇതിനത് സാക്ഷിയതായത് ദശമുഖനഭിമാനമതും പൂണ്ടുടനെന്ന് അന്യാർത്ഥമതം അധികായെന്ന് നാമമതിട്ടു കുമാരനെന്ന് ലങ്കയിലെത്തി തന്നുട പത്നി ധന്യമാലയ്ക്കിതെത്തു പുത്രനായി നൽകിയാതാണതി കായനെയും തകതൈ നൽകിയാതാണതി കായനെയും തകതൈ അങ്ങിനെ കൈടവൻ അധികായനായി തകതൈ ഇതിനത് സാക്ഷിയതായത് ദശമുഖനഭിമാനമതും പൂണ്ടുടനെന്ന് അന്യാർത്ഥമതം അധികായെന്ന് നാമമതിട്ടു കുമാരനെന്ന് ലങ്കയിലെത്തി തന്നുട പത്നി ധന്യമാലയ്ക്കിതെത്തു പുത്രനായി നൽകിയാതാണതി കായനെയും തകതൈ അങ്ങിനെ കൈടവൻ അധികായനായി തകതൈ അങ്ങിനെ കൈടവൻ അധികായനായി തകതൈ കുലഗുരുവിൽ നിന്നും അധികായൻ മൂലമന്ത്രമാ തന്നു പഠിച്ചു സ്വരൂപധ്യാനത്തോടതുകൂടി സകലമായ താപസ്സിനൊരുങ്ങി തീവ്രനിഷ്ഠയതിനു പറ്റിയ ഗോകർണത്തിൽ ചെന്നതുമന്ന് ആഴമേറിയോരഗ്നികുണ്ഡം ഉണ്ടാക്കി ആയമേറിയ ഇരുമ്പിൻ തൂണു നാട്ടി ആഴമേറിയോരഗ്നികുണ്ഡം ഉണ്ടാക്കി ആഴമേറിയോരഗ്നികുണ്ഡം ഉണ്ടാക്കി ആയമേറിയ ഇരുമ്പിൻ തൂണു നാട്ടി ആയതിൻ മുകളിൽ വജ്രസൂചി നിറച്ച് ആയതിനറ്റത്ത് പാദാങ്കൂഷ്ടം ഊന്നി പ്രാണായാമമതു ചെയ്ത് കഠിനമായ തപസ്സിലൻ കാലായാപനം ചെയ്തു അതിഘോര തപസ്സിന്റെ അനിവാര്യമത തകതൈ അതിഘോര തപസ്സിന്റെ അനിവാര്യമത തകതൈ ഉടനന്ന് ബ്രഹ്മനും പ്രത്യക്ഷമതായി തകതൈ സമാധി നിലീനനായുള്ളുറപ്പിച്ചതികായി അറിഞ്ഞതുമില്ല ശ്വാസവായു പോലും സ്തംഭിച്ചു ശ്വാസവായു പോലും സ്തംഭിച്ചു ബ്രഹ്മനുടനെ ആത്മശക്തിയാൽ പ്രാണവായുവെ അവനുടെ ഹൃദയമതിൽ വിട്ട് ജീവനതാക്കി ബ്രഹ്മാവിഷ്ണു വരങ്ങളന്ന് കൊടുത്തതികായന നേരത്ത്
ജ്വലിക്കുമാ ബ്രഹ്മാസ്ത്രം ആർക്കുമേ അഭേദ്യമായ കഞ്ചുകം ദാമോദാദികളുടെ അഭാവം ഇവയാണ് അധികായ വരസിദ്ധികൾ തകതൈതൈ ഇവയാണ് അധികായ വരസിദ്ധികൾ തകതൈതൈ സ്വന്തം ഗുരുവയ ശുക്രാചാര്യൻ മതിയാകാത്തത് കൊണ്ടധികായൻ പരമശിവന് ഗുരുവായി ഭരിച്ചു സകലായുധ വിദ്യ പഠിച്ചു ജ്വാലാവിദ്യകളന്നു പഠിച്ചു മായ വിദ്യകളന്നു പഠിച്ചു വിദ്യാഭ്യാസം പൂർത്തിയതായി ഗുരുദക്ഷിണയത് ചോദിച്ചപ്പോൾ മായ പ്രയോഗം ഒരു കാലത്തും പ്രയോഗമാക്കരുതെന്നതു മാത്രം ദക്ഷിണായ ശിവൻ ചോദിച്ചുള്ളൂ തകതൈതേ ദക്ഷിണായ ശിവൻ ചോദിച്ചുള്ളൂ തകതൈതൈ ഗുരുവാണ് പാലിച്ചു അധികായനും തകതൈതൈ ലങ്കയിൽ ചെന്നാതി കായനാണ് തകതൈതൈ അച്ഛനെ ചെന്നു നമസ്കരിച്ചു തകതൈതൈ അങ്ങിരിക്കും കാലം അവന്റെ മാതുലനായ ചന്ദ്രരാക്ഷസൻ തന്നുടെ നിർദ്ദേശത്തിനടന്ന് സ്വർഗമതന്ന് അടക്കി ഭരിക്കാൻ പ്രേരിപ്പിച്ചെന്നതി കായനെയും തകതൈതൈ പ്രേരിപ്പിച്ചെന്നതി കായനെയും തകതൈതൈ സ്വർഗത്തിൽ ചെന്നതി കായനെന്ന് തകതൈതൈ യുദ്ധകാലം മുഴക്കിയെന്ന് തകതൈതൈ യുദ്ധകാലം മുഴക്കിയെന്ന് തകതൈതൈ അമരക്കുലബല സൈന്യം ഒരുങ്ങി മഹാഭേദ ഉണ്ടതികായി മധ്യത്തിൽ തന്നൊരു ചാടി ദേവകളൊക്കെ തോറ്റവരോടി ദേവേന്ദ്രൻ ഉടനന്നത് പോയി മഹാവിഷ്ണുവെ കൊണ്ടത് വന്ന് അധികായനുമായി വിഷ്ണു വന്ന് തകതൈതൈ അധികോര യുദ്ധം നടത്തിയിടുന്നു തകതൈതൈ വിഷ്ണുവതന്ന് അധികായങ്ങളുടെ നേരെ കൊടുത്ത് അതുകൊണ്ട് അധികാരം നാശമതാകും സർവ്വത് കൂട്ടിയിടിച്ചാലും അത് വന്ന് അതിനിരിച്ചാരങ്ങൾ വന്ന് തമ്മിൽ തമ്മിലകന്നത് വന്ന് വിഷ്ണുവതന്ന് ഉടനെ എന്ന് അധികായനുമായി സന്ധിച്ചെന്ന് ഇന്ദ്രൻ തോറ്റു എന്ന് പറഞ്ഞ് അധികായനും തൃപ്തികതായി അധികായനും പോണെന്ന് അധികാരം അധികായൻ പോണെന്ന് അധികാരം അങ്ങനെയെന്ന് കൃഷ്ണവിജയം വശിച്ചു വിറ്റി സമ്പാദിച്ചത് കാര്യമെന്ന് അവളുനായവെന്ന് അവനല്ല യുദ്ധകളവധി അറിയാൻ തരുന്നില്ലേ അങ്ങനെയെന്ന് കൃഷ്ണവിജയം വശിച്ചു വിറ്റി സമ്പാദിച്ചത് കാര്യമെന്ന് അവളുനായവെന്ന് അവനല്ല യുദ്ധകളവധി അറിയാൻ തരുന്നില്ലേ അധികായന്റെ